ഛായാഗ്രാഹകൻ, സംവിധായകൻ എന്നീ നിലകളിൽ കഴിഞ്ഞ കുറച്ചധികം വർഷമായി മലയാള സിനിമയുടെ ഭാഗമാണ് ജിബു ജേക്കബ്. വെള്ളിമൂങ്ങ, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, ആദ്യ രാത്രി, എല്ലാം ശരിയാകും, മേ ഹൂം മൂസ എന്നീ ശ്രദ്ധേയ സിനിമകളുടെ സംവിധായകനും ഛായാഗ്രാഹകനുമായ ജിബു ജേക്കബ് പുതിയ പ്രൊഡക്ഷൻ കമ്പനിക്ക് കുറച്ചുനാൾ മുമ്പ് തുടക്കം കുറിച്ചിരുന്നു. ജിബു ജേക്കബ് എൻ്റർടൈൻമെൻറ്റ് എന്ന പേരിലാണ് കമ്പനി ആരംഭിച്ചത്. കമ്പനിയുടെ ആദ്യ സംരംഭമായി കൂടെവിടെ എന്ന ഹ്രസ്വചിത്രം ഒരുക്കിയതും ശ്രദ്ധ നേടിയിരുന്നു. ജിബു ജേക്കബ് സംവിധാനം നിർവഹിച്ച സിനിമകളിൽ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി മാറിയ സിനിമയാണ് മോഹൻലാലും മീനയും നായകനും നായികയുമായ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമ. ഉലഹന്നാനായി മോഹൻലാൽ ജീവിച്ച സിനിമ 2017 സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഒന്നായിരുന്നു. ഓഫ് സീസൺ ടൈമിൽ ഒരു ഫാമിലി സബ്ജക്റ്റുമായി വന്ന് വേൾഡ് വൈഡായി 44 കോടിക്ക് മുകളിൽ ഗ്രോസ് നേടിയ ചിത്രവുമാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. VJ ജെയിംസിൻ്റെ പ്രണയോപനിഷത്ത് എന്ന ചെറുകഥയുടെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു ഈ ചലച്ചിത്രം. അനൂപ് മേനോൻ, അലൻ സയർ, ലേ ലോപ്പസ്, നേഹ സക്സേന തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. സിന്ധു രാജ് തിരക്കഥ എഴുതിയ സിനിമയുടെ പ്രേക്ഷകർ അറിയാത്ത പിന്നാമ്പുറ കഥകൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ ജിബു ജേക്കബ്. സിനിമയുടെ ഷൂട്ടിനായി കോഴിക്കോട് എത്തിയ മോഹൻലാൽ ആരാധകർക്കിടയിൽ കുടുങ്ങിപ്പോയ സംഭവം വരെ ഉണ്ടായിട്ടുണ്ടെന്നും ജിബു ജേക്കബ് സഫാരി ചാനലിലെ ലൊക്കേഷൻ ഹണ്ട് എന്ന പ്രോഗ്രാമിൽ സംസാരിക്കവേ വെളിപ്പെടുത്തി. മോഹൻലാൽ അവതരിപ്പിച്ച ഉലഹന്നാനും കുടുംബവും താമസിക്കുന്ന ഹൗസിംഗ് കോളനിയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ അലഞ്ഞ നാളുകൾ ഓർത്തുകൊണ്ടാണ് ജിബു ജേക്കബ് സംസാരിച്ചു തുടങ്ങിയത്. ഇടത്തരക്കാരനായ സർക്കാർ ജീവനക്കാരൻ ഉലഹന്നാൻ താമസിക്കുന്ന ഹൗസിംഗ് കോളനിക്കായി ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഏറെ ബുദ്ധിമുട്ടി. പിന്നീട് കോഴിക്കോട് ബിലാത്തിക്കുളത്തുള്ള കോളനി കണ്ടുപിടിച്ചു. അവിടെ താമസമില്ലാത്ത ഫ്ലാറ്റ് കണ്ടെത്താനും പാടുപെട്ടു. മുമ്പൊരു ഷൂട്ടിംഗ് നടന്നപ്പോൾ അവിടെയുള്ള കോളനിക്കാർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചതുകൊണ്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് പെർമിഷൻ ചോദിച്ചപ്പോൾ അവർ ആദ്യം സമ്മതിച്ചില്ല. പിന്നീട് അസോസിയേഷൻ കൂടി തീരുമാനിച്ചും നായകൻ ലാലേട്ടൻ ആയതുകൊണ്ടും മാത്രമാണ് ഷൂട്ടിങ്ങിനുള്ള പെർമിഷൻ അവർ തന്നത്. അവിടെയുള്ള എല്ലാ വീട്ടുകാരും വളരെയധികം സഹകരിച്ചു. ഞങ്ങളുടെ ഭക്ഷണം പോലും അവിടെയുള്ള വീടുകളിൽ നിന്നായിരുന്നു. അവിടെയുള്ള ആളുകൾ സിനിമയിലെ ഒരു പാട്ട് സീനിൽ അഭിനയിക്കുകയും ചെയ്തു. ഡയറക്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നടനാണ് ലാലേട്ടൻ. എത്ര ടേക്ക് പോയാലും അദ്ദേഹം പ്രശ്നമുണ്ടാക്കില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ലാലേട്ടൻ കോഴിക്കോട് ഒരു സിനിമ ഷൂട്ടിങ്ങിന് എത്തുന്നത്. സിനിമയിലെ ബസ്സിലെ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ബൈപ്പാസ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. ഗട്ടറില്ലാത്ത റോഡിനു വേണ്ടിയാണ് ബൈപ്പാസ് തിരഞ്ഞെടുത്തത്. പക്ഷേ അവിടെ ലാലേട്ടൻ വന്നിറങ്ങിയപ്പോഴേക്കും ആളുകൾ തടിച്ചുകൂടി ആകെ ബഹളമായി. ലാലേട്ടനെ കാരവാനിലേക്ക് എത്തിക്കാൻ പോലും സാധിച്ചില്ല. പിന്നീട് പോലീസ് വന്നാണ് തിരക്ക് നിയന്ത്രിച്ചത്. അന്ന് മാത്രമാണ് എന്നോട് ലാലേട്ടൻ കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. കാരണം തടിച്ചുകൂടിയ ആളുകൾ സ്നേഹം പ്രകടിപ്പിക്കാനായി അടുത്തുകൂടിയപ്പോൾ ഉന്തിലും തള്ളിലും ലാലേട്ടൻ പെട്ടു. അതുപോലെ കോഴിക്കോട് തന്നെയുള്ള ഒരു ഗ്രാമത്തിലെ വാഴത്തോട്ടത്തിലാണ് പഞ്ചായത്ത് ഓഫീസിൻ്റെ സെറ്റിട്ടത്. ക്ലൈമാക്സിൽ ലാലേട്ടൻ്റെ ഒരു സജഷൻ ഉണ്ടായിരുന്നു. ആ സജഷൻ കൂടി ചേർത്താണ് ഇപ്പോഴുള്ള ക്ലൈമാക്സ് ഒരുക്കിയിരിക്കുന്നത്. തങ്ങളുടെ ലൈഫുമായി കണക്റ്റഡായ സിനിമയാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ക്ലൈമാക്സിൽ സിനിമയിലെ അനൂപ് മേനോൻ്റെ ക്യാരക്ടറിനുള്ള സ്വഭാവമുള്ള ഒരാൾ വിളിച്ച് സിനിമ കണ്ട ശേഷം അയാളുടെ ആ സ്വഭാവങ്ങളും മോശം പരിപാടികളും എല്ലാം നിർത്തിയെന്ന് എന്നോട് പറഞ്ഞു. സിനിമ കണ്ട ശേഷം കണ്ണു നിറഞ്ഞ് ഭാര്യയുടെ കയ്യിൽ മുറുക്കി പിടിച്ചുവെന്നും അയാൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞുവെന്നും ജിബു ജേക്കബ് പറഞ്ഞു.